ജാക്സൺ ചുമത്തിയ ജെൻസി മറ്റേ പോരാട്ടം നടത്തി നേപ്പാളിലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു എന്നൊരു വാർത്ത വന്നു. അപ്പം മുതൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തുകയാണ്, മോദിജിയെ ഇതേപോലെ രാജിവെപ്പിക്കും എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വരുന്നൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ജെൻസി എന്ന് പറയുന്ന ആൾക്കാർ അതൊരു പ്രായത്തിൻ്റെ ഭാഗമായിട്ടോ കാര്യങ്ങളായിട്ടൊന്നുമല്ല ഇവിടെ ഉണ്ടാവുക. ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നതാണ്. അതായത് ഇലക്ഷനിൽ നിന്ന് തോറ്റ ആ പാർട്ടികളിൽ ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഈ പറയുന്ന സമരത്തിന് ഇറങ്ങുക. സ്വാഭാവികമായിട്ടും അതൊരു ചെറിയ ന്യൂനപക്ഷമായിട്ട് നിൽക്കും. രണ്ട്, ഒരു വാർത്ത കഴിഞ്ഞാൽ അടുത്ത വാർത്ത വരെയുള്ള ആയുസ് മാത്രമേ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൂ. അപ്പം നമ്മൾ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിലും സെൻട്രൽ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഒരു വാർത്ത, അത് അടുത്ത വാർത്ത വരുമ്പോൾ ഇത് മാറി അതിൻ്റെ പിന്നാലെ എല്ലാവരും പോവും. ഈ ഓളം വെട്ടിൻ്റെ ഇടയിൽ ആകെ കാണാൻ പറ്റുക പുറത്തിറങ്ങല്ല, അതായത് റോട്ടിലിറങ്ങിയുള്ള സമരങ്ങളല്ല. അങ്ങനെയായിരുന്നു നമ്മളുടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നത്, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട് ഫേസ്ബുക്കിൽ നമ്മൾ 2 പോസ്റ്റ് എഴുതിയിട്ടിട്ട് നമ്മൾ നമ്മുടെ ആശ്വാസം കണ്ടെത്തുന്ന സമരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടൊന്നും യാതൊരു തരത്തിലുമുള്ള മാറ്റം വരുത്താനായിട്ട്, കാരണം ചലഞ്ച് ചെയ്യണമല്ലോ. അതായത് ഒരു ഭരണ അധികാരിയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്രൗഡ് റോഡിലേക്ക് ഇറങ്ങണം, അവർ മുഴുവൻ കൂടിയിട്ട് പുഷ് ചെയ്യാൻ നോക്കണം. അങ്ങനെ നടത്താൻ പറ്റുന്ന ആ സിസ്റ്റം ഒന്നും ഇനി ഇല്ല. ഇത് അല്ലാണ്ട് കുറച്ച് പേര് കൂടിയോണ്ടൊന്നും നടക്കില്ല.